മെഹന്തി മേക്കിംഗ് പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഒരു 100 വ്യൂസ് എങ്കിലും അടിച്ചാൽ മാത്രമേ ഞാൻ സെക്കൻഡ് പാർട്ട് ഇടുള്ളൂ എന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു 52 വ്യൂസ് ഉണ്ട്. അത് മിക്കവാറും അതിൽ 10 വ്യൂസ് ഞാൻ തന്നെ ആയിരിക്കും കണ്ടത്. ഇന്നത്തെ പാർട്ട് 2 എന്ന് വെച്ചാൽ ഡൈ റിലീസിന് ശേഷമുള്ളതാണ്. ഞാൻ ഫസ്റ്റ് ബൗളിൽ മെഹന്തി മാറ്റി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം അത് ഡൈ റിലീസ് പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെന്ന്. ഡൈ റിലീസിന് ശേഷം ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ, അല്ലാത്ത പക്ഷം നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കൺസിസ്റ്റൻസി ഉണ്ടെന്നറിയാമല്ലോ. ഒരുപാട് വാട്ടറി ആയി പോകരുത്. ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിൽ ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നത് വരെയും നല്ലതുപോലെ മിക്സ് ചെയ്യുക. വാട്ടർ അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽ എല്ലാം അതിൽ മിക്സ് ആവുന്ന കണക്ക് അത് മിക്സ് ആവുന്നത് വരെയും നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു ബോട്ടിൽ എടുക്കുക, ഹൈറ്റുള്ളൊരു ബോട്ടിൽ എടുക്കുക, അതിൽ പൈപ്പിംഗ് ബാഗ് വയ്ക്കുക, പിന്നെ സ്റ്റോക്കിങ്സ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഹെന്ന അരിക്കുന്നത് ഹെന്ന മേക്കിംഗ് സീരീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെന്ന ലംസ് ഇല്ലാതെ അരിച്ചെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസിൽ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹെന്ന കോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. എടുക്കുമ്പോൾ പൊക്കമുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ലാർജ് പൈപ്പിംഗ് ബാഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സ്മോൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാതെ ലാർജ് പൈപ്പിംഗ് ബാഗ് ആകുമ്പോൾ ഈ നമ്മൾ ഒരു സ്റ്റെപ്പിൽ ഉണ്ടാക്കുന്ന 100 ഗ്രാം ഹെന്ന പൗഡറിൻ്റെ മിക്സ് അതിൻ്റെ അകത്ത് ഫുള്ള് നിൽക്കും. അതിനുശേഷം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വലിച്ചു പിടിക്കുന്നതെന്ന്. കൈ നല്ല വേദനയായിരിക്കും, എന്നാലും വലിയ വേദന കാണത്തില്ല, എന്നാലും വേദന കാണും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കയ്യിൽ അപ്പം തന്നെ കളറാവണത് ഇഷ്ടമില്ലാത്തവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്തുകൊണ്ടിട്ട് സ്റ്റോക്കിങ്സ് വലിച്ചു പിടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ബാലൻസ് വന്നായിരുന്നു. അതിന് എനിക്ക് കുറച്ചും കൂടെ അത് ബാറ്ററി പേസ്റ്റ് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് വേറൊരു സ്റ്റോക്കിങ്സിൽ പ്രത്യേകിച്ച് പൈപ്പ് ബാഗിലാക്കി വേറൊരു ആവശ്യത്തിന് വേണ്ടി ബാലൻസ് തന്നെ ഞാൻ എടുക്കുവാണ്. നിങ്ങൾക്ക് ഈ പാർട്ട് 2 വീഡിയോയും പാർട്ട് 1 വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ മെഹന്തി ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ട്സ് എൻ്റെ പേജിൽ അവൈലബിൾ ആണ്. അവർക്ക് ഈ വീഡിയോസും അയച്ചു കൊടുക്കണേ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ പേജിൽ ഹെന്ന അക്കൗണ്ട്സും അവൈലബിൾ ആണ്, ഹെന്ന പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. വേണ്ടവർ താഴെ കൊടുത്തിരുന്ന നമ്പറിൽ മെസ്സേജ് ഇടണേ.